ഞാൻ ആ ന്യായപ്രമാണത്തിന് വിരുദ്ധമായിട്ട്, എന്റെ ഉള്ളിൽ തന്ന പ്രമാണത്തിന് വിരുദ്ധമായിട്ട് എന്റെ നടപ്പാകുന്നുവെങ്കിൽ സ്വർഗസ്ഥനായിരിക്കുന്ന ദൈവം എന്നെ വിളിക്കുന്നത് കപടഭക്തനെന്നാ. എന്റെ ഉള്ളിലെ ന്യായപ്രമാണത്തിന് അനുസൃതമായിട്ടാണ് എന്റെ നടപ്പെങ്കിൽ സ്വർഗത്തിലെ ദൈവം എന്നെ വിളിക്കുന്നത് കപടഭക്തനെ നല്ല പ്രിയ മകനെ എന്നാ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ ഹിതം ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ ഹിതം എനിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ പറ്റാതെ പോകും. ദൈവം സൈലന്റ് ആയിരിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിൽ പല സന്ദർഭങ്ങൾ കടന്നു വന്നിട്ടുണ്ട്, ഇനിയും കടന്നു വരുവാൻ സാധിക്കും. യോസെഫിനോട് ചോദ്യര് 17-ാമത്തെ വയസ്സിൽ ഇറങ്ങിത്തിരിച്ചവനാ. 30-ാമത്തെ വയസ്സ് വരെ യോസെഫിന്റെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കാ. യോസെഫിൽ ഞാൻ കണ്ട ഒരു അത്ഭുതം ഇതാണ്. യോബിന്റെ ജീവിതത്തിൽ സഫറിങ്സ് കടന്നു വന്നപ്പോ യോബ് ദൈവത്തോട് പറഞ്ഞു ചെന്നിട്ടുണ്ട്. പക്ഷെ യോസെഫിന്റെ ജീവിതത്തിൽ ദൈവത്തിനെതിരായിട്ട് സംസാരിക്കുന്ന ഒരു വേർഡ് പോലും വേദപുസ്തകം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. പകരം യോസെഫ് ചെയ്തത് ഒരു കാര്യം യോസെഫ് മനസ്സിലാക്കി: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയഭാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സ്വന്തം ചേട്ടന്മാർ കൊടുക്കുന്ന മറുപടി ഇതാ: നിങ്ങൾ എനിക്ക് ദോഷമായിട്ട് പ്രവർത്തിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ അത് നമുക്ക് അനുഗ്രഹമായി തീർത്തു.